ഗൈസ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? യെസ്, ജൂൺ തുടങ്ങി, നമുക്ക് പനിയും തുടങ്ങി അല്ലേ? ഫുട്ബോളിൻ്റെ പനി. അതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഫിഫ വേൾഡ് കപ്പ് അമേരിക്കയിൽ, കാനഡയിൽ, മെക്സിക്കോയിൽ നടക്കാൻ പോകുന്ന 2026 വേൾഡ് കപ്പ് ഓഫ് ഫുട്ബോൾ സോക്കർ ഗെയിമിൻ്റെ ഏറ്റവും വലിയ ഒരു കപ്പിൻ്റെ മത്സരങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ അമേരിക്കയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഖത്താറിലായിരുന്നു. ഈ പ്രാവശ്യം നടക്കുന്നത് അമേരിക്കയിലാണ്. നിങ്ങളൊരു വലിയ ഫുട്ബോൾ ആരാധകനാണെങ്കിൽ ഈ കാര്യം നിങ്ങൾക്കറിയാമോ ഇല്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതായത് ഒരു രാജ്യത്ത് ഏറ്റവും പാവപ്പെട്ട ഒരു സ്ഥലത്ത് ജനിച്ച് ആ ജനന സ്ഥലത്ത് അന്യ സംസ്ഥാനങ്ങളിലുള്ള കുപ്പകൾ മാത്രം, ചവറുകൾ മാത്രം കൊണ്ടുവന്ന് തട്ടുന്ന ഒരു സ്ഥലത്താണ് ഒരാൾ ജനിച്ചിരിക്കുന്നത്. ആ ആൾ ജനിച്ചു, ആ ആൾ വളർന്നു. സ്വന്തം രക്ഷകർത്താവ്, പിതാവ് പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്തു. കാര്യം പുള്ളിക്കാരൻ ഫുട്ബോൾ കളിക്കാൻ പുള്ളിക്കാരനെ കൊണ്ട് പറ്റാത്തത് മോനെ കൊണ്ട് സാധിക്കട്ടെ എന്നും പറഞ്ഞ് ഹെൽപ്പ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ്റെ കളി അങ്ങനെ കണ്ടു വന്നപ്പോൾ ദംഖ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പുള്ളിക്കാരനെ ഒരു ക്ലബിലോട്ട് ചേർത്ത് വിടുകയാണ്. ആ ക്ലബിൽ ചേർന്ന് നല്ല രീതിയിൽ 1.5 വർഷം കളിച്ചപ്പോൾ പുള്ളിക്കാരന് റിയൽ മാഡ്രിഡിൽ ചാൻസ് കിട്ടുകയാണ്. അവിടെ റിയൽ മാഡ്രിഡിൽ കിട്ടിയപ്പോൾ 2 പേരെ നിഴലിൽ വേണം കളിക്കാൻ പറ്റുക എന്നുള്ള രീതിയായി. കാര്യം ഡേവിഡ് ബെക്കാമും റൊണാൾഡോയും ഉള്ളതുകൊണ്ട് 2 പേരുടെ നിഴലിൽ വേണം കളിക്കാൻ പറ്റുക. ആശാൻ അങ്ങനെ ആലോചിച്ചിട്ട് ആശാൻ നോക്കി, ബ്രസീലിൻ്റെ കപ്പിൽ, അതായത് $224 മില്യൺ കൊടുത്ത് പുള്ളിക്കാരനെ മേടിച്ച് ബ്രസീലിൻ്റെ ക്ലബിൽ കളിച്ചു. അയാൾ ആ നാടിനെ രക്ഷപ്പെടുത്തി. ആ നാട്ടിൽ ആരും കുപ്പയിടാതെ തരത്തിലാക്കി. എന്നിട്ട് ആ നാട്ടിലുള്ള 1500 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു, ഇന്നും പഠിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ആളിൻ്റെ പേരെന്താണെന്നല്ലേ? ആളിൻ്റെ പേരാണ് Y yo la sigo enamorando, regalando